Dear students, കെമിസ്ട്രി സെക്കൻഡ് ഇയറിലത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇതുമുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോളിഡ് സ്റ്റേറ്റ് സൗദാബി ടീച്ചറും സൊല്യൂഷൻസ് സുബീന ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നു മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പ്രോബ്ലംസ് ഇല്ലാത്ത, കമ്പാരിറ്റീവ്ലി കുറേ പുതിയ ഡെഫിനിഷൻസ്, കുറേ പുതിയ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് 5th ചാപ്റ്ററായ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 5 ആയ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഈ ചാപ്റ്ററിനെ നമ്മൾ മെയിനായിട്ട് 3 ഡിവിഷൻസാക്കി മാറ്റിയിട്ടുണ്ട്. The first division that is known as adsorption, and the second area that is catalysis, and third one that is colloids. നമുക്ക് ഓരോ സെക്ഷനും എന്താണെന്ന് പഠിച്ച് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇങ്ങനെ പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ട് യു മെൻ ബൈ സർഫസ്, എന്തിനെയാണ് നമ്മളൊരു സർഫസ് എന്ന് പറയുന്നത്? സർഫസ് ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേമാണ് അഡ്സോർപ്ഷൻ. സർഫസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സർഫസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലം, ദാറ്റ് ഈസ് മെൻഷൻ ആസ് സർഫസ്. ആൻഡ് ദ കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ ഫിനോമിനാസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സർഫസ്. സർഫസിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രി, ദാറ്റ് ഈസ് നോൺ ആസ് സർഫസ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ സർഫസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന എ സ്പെഷ്യൽ ഓർ എ സെപ്പറേറ്റ് ബെഞ്ച് ഓഫ് കെമിസ്ട്രി, ദാറ്റ് ഈസ് നോൺ ആസ് സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്, ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ. ഇതുവരെ നമ്മൾ പഠിച്ചതും നിങ്ങൾ കേട്ടതുമായൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അബ്സോർപ്ഷൻ എന്ന് പറയുന്നതിന് ഒരു കെമിക്കൽ ടേമായിട്ടൊന്നും പറയേണ്ടത്, അതൊരു നോർമലി നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. അബ്സോർബ് ചെയ്യാം, ആഗിരണം ചെയ്യാന്ന് മീനിങ് ആയി. ഇപ്പോൾ നമ്മളൊരു പീസ് ഓഫ് സ്പോഞ്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ ബക്കറ്റ് ഓഫ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒരു കഷ്ണം സ്പോഞ്ച് നിങ്ങൾ മുക്കിയാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ സ്പോഞ്ച് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും അത് മുഴുവൻ വാട്ടറിനെ മുഴുവൻ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിനോമിന, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അഡ്സോർപ്ഷൻ, or we say that there must be some difference between the absorption and adsorption. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് മീൻസ് അഡ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. Clear ആയോ? The accumulation of molecular species, molecular speciesൻ്റെ adsorption at the surface rather than in the bulk, ബൾക്കിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബൾക്കിനെ അപേക്ഷിച്ച് ബൾക്കിലില്ലാതെ സർഫസിൽ മാത്രം അക്യൂമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് അഡ്സോർപ്ഷൻ. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നമുക്കത് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളൊരു പീസ് ഓഫ് ചോക്ക് എടുത്തിട്ട് നിങ്ങളൊരു ബ്ലൂ ഇങ്കിലേക്ക് ആ ചോക്ക് കുറച്ച് നേരം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ആ ചോക്ക് എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ പുറത്തെ ഭാഗം മുഴുവൻ ബ്ലൂ ആയിട്ടുണ്ടാവും, ഉള്ളിൽ അത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ വൈറ്റ് ചോക്കിൻ്റെ സർഫസിലേക്ക് മാത്രം ആ ബ്ലൂ പിഗ്മെൻറ്റിൻ്റെ അഡ്സോർപ്ഷൻ നടന്നു എന്ന് നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ അക്യൂമുലേഷൻ നടന്നത് എവിടെയാണ്? സർഫസിലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ സർഫസിൽ മാത്രം നടക്കുന്ന അക്യൂമുലേഷനെയാണ് നമ്മൾ ഏത് ടേമിലൂടെ പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ടേമിലൂടെ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ദ അക്യൂമുലേഷൻ ഓഫ് മോളിക്കുലർ സ്പീഷീസ് അറ്റ് ദ സർഫസ് റാദർ ദാൻ ഇൻ ദ ബൾക്ക്, ദാറ്റ് ഈസ് ടേംഡ് ആസ് അഡ്സോർപ്ഷൻ. ഇനി നിങ്ങളൊരു മെറ്റൽ സർഫസ് കൺസിഡർ ചെയ്യും. ആ മെറ്റൽ സർഫസിലേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ
The substance to be adsorbed is known as adsorbate, and the surface where adsorption takes place, that is known as adsorbent. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ സർഫസിലാണ് അഡ്സോർപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് മെറ്റൽ സർഫസ് ഈസ് നോൺ ആസ് അഡ്സോർബെൻറ്റ്, and the particular gas that is accumulate on the surface of the metal, that is known as adsorbate. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നൊരു ടേം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം നിങ്ങളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷൻസ് എന്നൊരു ടേം ഒരു കാര്യം പഠിച്ചപ്പോൾ അതിനെ സോൾവെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമായിട്ടും സൊല്യൂട്ട് എന്ന് പറയുന്നതായിട്ട് ഡിവിഷനായിട്ട് പഠിച്ചു. അതേപോലെ അഡ്സോർപ്ഷൻ നടക്കുമ്പം ഒരു അഡ്സോർബെൻറ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു അഡ്സോർബേറ്റും അവിടെ ഉണ്ടായിരിക്കും. റെഡി. സാധാരണയായിട്ട് ആനിമൽ ചാർക്കോളും വുഡ് ചാർക്കോളൊക്കെ കരി, ഈ ആനിമൽ ചാർക്കോൾ, വുഡ് ചാർക്കോൾ എന്നൊക്കെ പറഞ്ഞാൽ മരക്കരി, എല്ലുകരി എന്നൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ നല്ല അഡ്സോർബെൻറ്റുകളാണ്. ദാറ്റ് ഈസ് ദ ക്ലീൻ സർഫസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സർഫസ് ഫോർ അഡ്സോർപ്ഷൻ. അപ്പോൾ ഇതെല്ലാം നല്ല അഡ്സോർബെൻറ്റുകളാണെന്ന് പറയാം. അതിലേക്ക് വരുന്ന ഗ്യാസസ് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ലിക്വിഡ് സബ്സ്റ്റൻസ് എന്തൊക്കെയാണ് നമ്മൾ അതിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതിനെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കും? അഡ്സോർബേറ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അഡ്സോർബൻസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആക്ടിവേറ്റഡ് ചാർക്കോൾ മീൻസ് എന്ന് പറഞ്ഞാൽ ചാർക്കോൾ നന്നായി ചൂടാക്കിയ ഒരു അവസ്ഥയാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. പിന്നെ സിലിക്ക, ജെൽ, ക്ലേ തുടങ്ങിയ സബ്സ്റ്റൻസുകളെല്ലാം ഗുഡ് അഡ്സോർബൻസുകളായി ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അങ്ങനെയുള്ള സബ്സ്റ്റൻസിലേക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഗ്യാസസിന് വന്ന് ഈസിയായി അക്യൂമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അഡ്സോർപ്ഷനിൽ ഒരു അഡ്സോർബൻറ്റും ഉണ്ടായിരിക്കും, അതിലേക്ക് സ്യൂട്ടബിളായ ഏതെങ്കിലും ഒരു അഡ്സോർബേറ്റ് വന്ന് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അഡ്സോർപ്ഷൻ ഇൻ ആക്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് അഡ്സോർപ്ഷൻ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി 2-3 എക്സാമ്പിൾ കൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 2-3 ഗ്യാസസ്, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഹൈഡ്രജൻ, അമോണിയ, അങ്ങനെയുള്ള 2-3 ഗ്ലാസസുകൾ ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ എടുത്തതിന് ശേഷം ആ വെസലിൽ കുറച്ച് പൗഡേർഡ് ചാർക്കോൾ ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മളൊരു 3 വെസലുകൾ എടുത്തു എന്ന് കരുതും. 3 വെസലിൽ ഒന്നിൽ O2 ഗ്യാസ് ഉണ്ട്, ഒന്നിൽ H2 ഗ്യാസ് ഉണ്ട്, ഒന്നിൽ NH3 ഗ്യാസ് ഉണ്ട്. ആ ഓരോ ഗ്യാസിൻ്റെയും പ്രഷർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വെസലിലെല്ലാം ആക്ടിവേറ്റഡ് ചാർക്കോൾ ആഡ് ചെയ്തു. നന്നായി ഹീറ്റ് ചെയ്ത പൗഡേർഡ് ഫോമിലുള്ള ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ചാർക്കോൾ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രഷർ, ഈ ഗ്യാസിൻ്റെ പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്താൽ വി നോട്ടീസ് ദാറ്റ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ എൻക്ലോസ്ഡ് വെസൽ ഡിക്രീസസ്. അതിലുള്ള പ്രഷർ കുറഞ്ഞതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ദ ഗ്യാസ് മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് അറ്റ് ദ സർഫസ് ഓഫ് ദ ചാർക്കോൾ. ചാർക്കോളിൻ്റെ സർഫസിലേക്ക് ഈ ഗ്യാസ് മോളിക്യൂൾസിന് അഡ്സോർപ്ഷൻ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചാർക്കോൾ എന്ന് പറയുന്നത് അഡ്സോർബെൻ്റ് ആണെന്നും ഈ ഗ്യാസസൊക്കെ അഡ്സോർബേറ്റ് ആണെന്നും ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിളും കൂടെ കേട്ടോളൂ. റോ ഷുഗർ, നമ്മുടെ ഷുഗർ മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് റോ ഷുഗർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഷുഗറിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കാണുന്ന പോലത്തെ വൈറ്റ് കളേർഡ് അല്ല ഷുഗർ ഇങ്ങനെ ഒരു കളേർഡ് ഫോമിലായിരിക്കും, ഒരു ചോക്ലേറ്റ് കളേർഡ് ഫോമിലാണ് ഷുഗർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഷുഗറിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റെപ്പിൽ റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയാത്ത രൂപത്തിൽ ആ റോ ഷുഗറിനെ നമ്മൾ ആനിമൽ ചാർക്കോളിൻ്റെ ബെഡ്സിലൂടെ, ആനിമൽ ചാർക്കോൾ ഇങ്ങനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ആനിമൽ ചാർക്കോളിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ആനിമൽ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ എല്ല് കരിഞ്ഞുണ്ടാവുന്ന ആ കരിയാണ് ആനിമൽ ചാർക്കോൾ. ആനിമൽ ചാർക്കോളിലൂടെ അതിങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ റോ ഷുഗറിലുള്ള കളേർഡ് സബ്സ്റ്റൻസിനെ എല്ലാം ആനിമൽ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുകയും ഷുഗർ നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അവിടെയും ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്ന അഡ്സോർബൻ്റായിട്ട് ആക്ട് ചെയ്തു. ഓക്കെ. ഇനി എയർ ബിക്കംസ് ഡ്രൈ. എയർ എങ്ങനെയാണ് ഡ്രൈ ആയിട്ട് മാറുന്നത്? ഇൻ പ്രസൻസ് ഓഫ് സിലിക്ക ജെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മണലിൻ്റെ രൂപത്തിൽ തന്നെയുള്ള ചെറിയ പാക്കറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ സാധാരണയായിട്ട് ലെതർ ബാഗുകളിലൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തായിട്ട് കാണാം. ലെതറിൻ്റെയൊക്കെ ഹാൻഡ് ബാഗുകളും ഇതൊക്കെ മേടിച്ച് അതിലൊക്കെ ഒരു ചെറിയ പാക്കറ്റ്, അതാണ് സിലിക്ക ജെല്ല്. ആ
മോയ്സ്ചർ അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയർ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സിലിക്ക ജെൽ യൂസ് ചെയ്യും. കാരണം എന്താണ്? സിലിക്ക ജെൽ ഈസ് എ ഗുഡ് അഡ്സോർബൻറ്റ് വിച്ച് ക്യാൻ അഡ്സോർബ് ദ വാട്ടർ വേപ്പേഴ്സ്. വാട്ടർ മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നിങ്ങൾക്ക് ക്ലിയറായി മാറും. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസുകളെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് പിന്നെ വാട്ടർ വേപ്പേഴ്സിനെ അഡ്സോർബ് ചെയ്തു സിലിക്ക ജെല്ല്, ആ വാട്ടർ വേപ്പേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീസോർപ്ഷൻ. എന്താണ് പ്രോസസ്സിൻ്റെ പേര്? ഡീസോർപ്ഷൻ. ഇനി വളരെ അപൂർവമായ ചില പർട്ടിക്കുലർ കേസസിൽ ബോത്ത് അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ ആർ ഒക്കേഴ്സ് സൈമിൾട്ടേനിയസ്ലി. അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം, അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് ടേംഡ് ആസ് സോർപ്ഷൻ. ഇപ്പം നമ്മൾ 4 ടേമുകൾ ഒബ്സർവ് ചെയ്തു. ആദ്യം നമ്മൾ പഠിച്ചൊരു ടേം അബ്സോർപ്ഷൻ, ഇന്ന് പുതിയതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്സോർപ്ഷൻ, പിന്നെ ഡിസോർപ്ഷൻ ആൻഡ് ദെൻ സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്ഷനും അഡ്സോർപ്ഷനുമായിട്ടുള്ള ഡിഫറൻസുകൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയാൻ സാധിക്കുക? ഏതിൻ്റെയും ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് രണ്ടിൻ്റെയും ഡെഫിനിഷൻ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിന ആൻഡ് അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിനൻ. ഓക്കെ. സെക്കൻഡ് വൺ, adsorption, firstly the rate increases and then the rate decreases. ആദ്യം സർഫസ് മുഴുവൻ ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ആയ സർഫസിലേക്ക് ആദ്യം മോളിക്യൂൾസ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഇൻക്രീസ് ആയിരിക്കും. സർഫസ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ബട്ട് അബ്സോർപ്ഷൻ ഒക്കേഴ്സ് അറ്റ് ദ യൂണിഫോം റേറ്റ്. യൂണിഫോം റേറ്റിൽ നടക്കുന്നതാണ് ഏത്? അബ്സോർപ്ഷൻ. അപ്പോൾ നമുക്ക് 2 ഡിഫറൻസിൽ കൂടെ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ ഒന്നും കൂടെ പറയാണ്. വാട്ടർ വേപ്പേഴ്സിനെ റിമൂവ് ചെയ്യണമെന്ന് കരുതുക. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സർഫസിൽ നിന്ന് വാട്ടർ വേപ്പേഴ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ സിലിക്ക ജെല്ലും യൂസ് ചെയ്യാൻ സാധിക്കും, അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡും യൂസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ്? സിലിക്ക ജെൽ ആൻഡ് അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. രണ്ടിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സിലിക്ക ജെൽ ഉപയോഗിച്ച് ചെയ്യുമ്പം സിലിക്ക ജെല്ലിൽ നടക്കുന്നത് അഡ്സോർപ്ഷനാണ്. സിലിക്ക ജെല്ല് വാട്ടർ മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യും. അതേസമയം അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? സിലിക്ക ജെൽ അഡ്സോർബ് ചെയ്തു, അഡ്സോർബ് ചെയ്തു. അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ക്യാൻ അബ്സോർബ് വാട്ടർ വേപ്പർ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു. മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്തുകൊണ്ടായിരിക്കാം സർഫസിന് മാത്രമായി ഇങ്ങനെയൊരു പ്രത്യേകത ഉള്ളത്? ഒരു സൊല്യൂഷൻ്റെ ബൾക്കിനെ അപേക്ഷിച്ച് സർഫസിനുള്ള പ്രത്യേകത എന്താണ്? സർഫസ് മോളിക്യൂൾസിലുള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തിലും ഇതിലൊക്കെ സർഫസ് കെമിസ്ട്രിയിലും അല്ലെങ്കിൽ സർഫസ് ടെൻഷനും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കാര്യമാണ് സർഫസിലെ മോളിക്യൂൾസിന് ഇൻറ്റേർണൽ പുള്ളുകൾ മാത്രമേ ഉള്ളൂ. സർഫസിൻ്റെ മോളിക്യൂളിൻ്റെ അപ്സ്റ്റെയറിലായിട്ട് വേറെ ഒന്നുമില്ല. ഒരു മോളിക്യൂൾ ബൾക്കിലാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഈക്വൽ ഫോഴ്സസ് അതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു മോളിക്യൂൾ സർഫസിലാണെങ്കിൽ അതിന് ഇൻറ്റീരിയർ പുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇൻറ്റീരിയർ പുള്ള് മാത്രമായതുകൊണ്ട് സർഫസ് മോളിക്യൂൾസ് ഹാസ് ടെൻഡ് ടു ഡിക്രീസ് ദ സർഫസ് ഏരിയ. സർഫസ് മോളിക്യൂൾസിന് സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ സമയത്തും ഈ സർഫസ് മോളിക്യൂൾസ് അവിടെ എനർജി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുമ്പോഴും സർഫസ് എനർജി റെസിഡ്യൂവൽ എനർജി ഡിക്രീസ് ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പം അഡ്സോർപ്ഷൻ നടക്കുമ്പം എനർജി റിലീസ് ചെയ്യുകയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ക്ലിയറായോ? സർഫസിലെ എനർജി റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സർഫസിലെ എനർജി റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആകുമ്പം എനർജി റിലീസ് ചെയ്യുന്നു.
എനർജി റിലീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ഗ്യാസ് മോളിക്യൂൾസ് സർഫസിലേക്ക് വന്ന് ചേരുക എന്ന് പറയുമ്പം ഗ്യാസ് മോളിക്യൂൾസിനെ സർഫസായ ഒരു സോളിഡ് സർഫസിലേക്കാണ് ഒരു ഗ്യാസ് മോളിക്യൂൾസ് വന്ന് ചേരുന്നതെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് സോളിഡ് സർഫസിൽ ട്രാപ്പ് ചെയ്യപ്പെടുക ചെയ്തു. അങ്ങനെ ട്രാപ്പ് ചെയ്തപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുമ്പം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറഞ്ഞു. ഗ്യാസ് മോളിക്യൂളിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു എൻട്രോപ്പി? എൻട്രോപ്പി ഷുഡ് ബി ഡിക്രീസസ്. അപ്പോൾ ഡെൽറ്റ എസ് വാല്യൂ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെൽറ്റ എസ് വാല്യൂ നെഗറ്റീവായി മാറുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ എച്ചും നെഗറ്റീവായി മാറുന്നുണ്ട്, ഡെൽറ്റ എസും നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾക്കറിയാം സ്പോണ്ടേനിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ. അതിൽ ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് മാറുമ്പോൾ മാത്രം റിയാക്ഷൻ എന്തായിട്ട് മാറുന്നു? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവാണ്. ഇവിടെ ഡെൽറ്റ എച്ചും നെഗറ്റീവാണ്, ഡെൽറ്റ എസും നെഗറ്റീവാണ്. ആ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമുക്കവിടെ ഡെൽറ്റ ജിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ആസ് ദ അബ്സോർഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകുമ്പം ഡെൽറ്റ എച്ച് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ചിൻ്റെ നെഗറ്റീവ് ഇതിങ്ങനെ കുറഞ്ഞു വരും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിന് ഈക്വലായിട്ട് മാറും. ആൻഡ് ഡെൽറ്റ ജി ബിക്കം 0. അവസാനം ഡെൽറ്റ ജി ബിക്കം 0 ആൻഡ് ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഈ സ്റ്റേറ്റിനെ നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. Adsorption can be classified into two types. First one is physical adsorption or physisorption, and the second one is chemical adsorption or chemisorption. എന്തായിരിക്കും physical adsorption? When the gas molecules or atoms are held to the solid surface by weak van der Waals forces or physical forces. വീക്കായ വാൻ ഡെർ വാൾ ഫോഴ്സസ് കൊണ്ട് അല്ലെങ്കിൽ വീക്കായ ഫിസിക്കൽ ഫോഴ്സസ് കൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് ഒരു സോളിഡ് സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നതെങ്കിൽ such an adsorption is known as physical adsorption. It is also termed as physisorption. അപ്പോൾ എന്തായിരിക്കും കെമിക്കൽ അഡ്സോർപ്ഷൻ? If the gas molecules are held on the solid surface by chemical bonds or chemical forces, the adsorption is termed as chemical adsorption or chemisorption. ക്ലിയർ ആയോ? ഇപ്പോൾ രണ്ട് രൂപത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഫിസിസോപ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കെമിസോപ്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഹൈ ആക്ടിവേഷൻ എനർജി വേണമെന്നൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ കെമിസോപ്ഷൻ ഇൻവോൾവ്സ് എ ഹൈ എനർജി ഓഫ് ആക്ടിവേഷൻ. Therefore, chemisorption is also known as activated adsorption. അപ്പോൾ കെമിസോപ്ഷനെ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്നും അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ എന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ അഡ്സോർപ്ഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ മേ ചേഞ്ച് ഇൻ ടു കെമിസോപ്ഷൻ വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ ഫിസിസോപ്ഷൻ ആവുന്ന ഒരു പ്രോസസ്സ് തന്നെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കെമിസോപ്ഷനായിട്ട് മാറുന്നതും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നിക്കൽ എന്ന് പറയുന്ന മെറ്റൽ സർഫസിലേക്കായി H2 ഗ്യാസ് മോളിക്യൂൾസ് ഹൈഡ്രജൻ മോളിക്യൂൾസ് വന്ന് അഡ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് അഡ്സോർപ്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഫിസിക്കൽ അഡ്സോർപ്ഷൻ. അതൊരു ലോ ടെമ്പറേച്ചറിൽ നടക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അഡ്സോർപ്ഷനാണ്. അതിനുശേഷം ഈ H2 മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറിയിട്ട് ഹൈഡ്രജൻ ആറ്റംസിന് സർഫസിലേക്ക് വീണ്ടും അഡ്സോർപ്ഷൻ നടക്കുമ്പം ദാറ്റ് ഈസ് അറ്റ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. അത് ഒരു കെമിസോപ്ഷനായിട്ടാണ് നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിസോപ്ഷൻ മേ ചേഞ്ച് ഇൻ ടു കെമിസോപ്ഷൻ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് എന്നും ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിസോപ്ഷൻ.
എന്തൊക്കെയാണ് ഫിസിസോപ്ഷൻ്റെ പ്രത്യേകതകൾ? അതിൽ ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. ഫിസിസോപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഫിസിസോപ്ഷൻ നടക്കുന്നത് വാൻഡർവാൾ ഫോഴ്സസ് കൊണ്ടാണ്. വാൻഡർവാൾ ഫോഴ്സസ് ആർ യൂണിവേഴ്സൽ ഫോഴ്സസ് ആണ്. അപ്പോൾ അഡ്സോർബൻറ്റ് എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക് നേച്ചറും ഒരു ഗ്യാസസിനുമായിട്ടില്ല. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. ഗിവൺ സർഫസ് ഓഫ് ആൻ അഡ്സോർബൻറ്റ് ഡസ് നോട്ട് ഷോ എനി പ്രിഫറൻസ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ്. ഒരു പെർട്ടിക്കുലർ ഗ്യാസിനും പ്രിഫറൻസ് കൊടുക്കുന്നില്ല. അതിനെയാണ് ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്, അഡ്സോർബേറ്റുകളെ കുറിച്ച് പറയുമ്പം നാച്ചർ ഓഫ് അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റുകളുടെ നാച്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്നും കൂടെ ആലോചിക്കാം, ഒരു സോളിഡ് സർഫസിലേക്ക് വരുന്ന ഗ്യാസസ് ആണ് നമ്മളിവിടെ എക്സാമ്പിളാക്കി എടുക്കുന്നത്. അപ്പോൾ ആ സോളിഡ് സർഫസിന് ഒരു സ്പെസിഫിക് നേച്ചറും ഇല്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്, വരുന്ന ഗ്യാസസിൻ്റെ നാച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈസിലി ലിക്വിഫബിളായ ഗ്യാസസ് ആണെങ്കിൽ the adsorption capacity is increases. Easily liquefiable gases are more adsorbed on the solid surface compared to the gases which has low liquefaction power. ഈസിലി ലിക്വിഫബിളായ ഗ്യാസസ്, നമ്മൾ കഴിഞ്ഞ വർഷം ലിക്വിഫേഷൻ ഓഫ് ഗ്യാസസ് ഒക്കെ പഠിച്ചപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ പഠിച്ചിട്ടുണ്ട്. ഈസിലി ലിക്വിഫബിൾ ഗ്യാസസ് ആണെങ്കിൽ അവയ്ക്ക് ഹൈ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അമോണിയ തുടങ്ങിയ ഗ്യാസുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഈസിലി ലിക്വിഫബിളായ ഗ്യാസസാണ്. അങ്ങനെ ഈസിലി ലിക്വിഫബിളായ ഗ്യാസസ് ആണെങ്കിൽ അവയ്ക്ക് അഡ്സോർബിങ് കപ്പാസിറ്റി കൂടുതലാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 3 ഗ്യാസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. SO2 സൾഫർ ഡൈ ഓക്സൈഡ്, CH4 മീഥെയ്ൻ ആൻഡ് H2 ഹൈഡ്രജൻ. ഈ 3 ഗ്യാസസ് എടുത്തതിന് ശേഷം 3 ഗ്യാസിൻ്റെയും ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ നോക്കിയാൽ സൾഫർ ഡൈ ഓക്സൈഡിന് 630 കെൽവിൻ ആൻഡ് ഇൻ മീഥെയ്ൻ ഇറ്റ് ഈസ് 190 കെൽവിൻ ആൻഡ് ഇൻ ഹൈഡ്രജൻ ഇറ്റ് ഈസ് 33 കെൽവിൻ. So we prove that SO2 has more adsorbing capacity compared to CH4 and H2 because it has a high critical temperature. So when critical temperature increases, the gas's adsorbing capacity also increases. That is the second property. Third one, reversible nature. What do you mean by reversible nature? Physical adsorption is reversible in nature. When physical adsorption is represented by equation solid plus gas gives gas on solid. അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗ്യാസ് സോളിഡ് സർഫസിൽ. ഗ്യാസ് ഓൺ സോളിഡ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഗ്യാസ് എഴുതിയിട്ട് ഒരു ഐഫൺ കൊടുത്തിട്ട് സോളിഡ് കൊടുത്തു, അല്ലെങ്കിൽ സ്ലാഷ് കൊടുത്തിട്ട് സോളിഡ് കൊടുത്തു. ഗ്യാസ് ഓൺ സോളിഡ് പ്ലസ് ഹീറ്റ് എന്നാണ് പറയാം. പ്ലസ് ഹീറ്റ് എന്ന പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദ റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ഇൻ നേച്ചർ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ഇൻ നേച്ചർ. അപ്പോൾ എക്സോതെർമിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ഫിസിസോപ്ഷൻ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഫിസിസോപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഒരു സോളിഡ് സർഫസിലേക്ക് ഒരു ഗ്യാസ് വന്ന് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ ഷുഡ് ബി റിലീസ്ഡ്. ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്നതിനർത്ഥം the reaction is an exothermic or physisorption occurs readily at low temperature എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ എങ്ങനെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക? നിങ്ങൾ ഒരു പീസ് ചാർക്കോൾ എടുത്തിട്ട് നമ്മളൊരു അഡ്സോർബൻ്റായിട്ട് യൂസ് ചെയ്യുമ്പം എപ്പോഴും ചാർക്കോൾ എന്ന് എഴുതുന്നതിൻ്റെ കൂടെ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെങ്കിൽ പൗഡേർഡ് ചാർക്കോൾ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. പൗഡേർഡ് ചാർക്കോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നന്നായി ഹീറ്റ് ചെയ്ത് അതിൻ്റെ പോർ സൈസുകളൊക്കെ ഇൻക്രീസ് ചെയ്ത് അത് പൗഡേർഡ് ഫോമിലാക്കി മാറ്റുകയാണെങ്കിൽ ആ സർഫസിലെ പോർ എന്ന് പറഞ്ഞാൽ ഹോളുകളൊക്കെ സർഫസിലുള്ള ഹോളുകളിലേക്കൊക്കെ ഈസിയായി ഗ്യാസ് മോളിക്യൂൾസിന് അഡ്സോർപ്ഷൻ നടക്കാം. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻ ടു ദ അഡ്സോർപ്ഷൻ?
When surface area increases, the absorption capacity also increases. Surface area increase ചെയ്താൽ absorbing capacity increase ചെയ്യും. ഇപ്പോൾ ലാർജ് സർഫസ് ഏരിയ ഉള്ള സബ്സ്റ്റൻസുകൾക്കെല്ലാം ഗുഡ് അഡ്സോർബൻസുകളായിരിക്കും. അപ്പോൾ മെറ്റൽ തന്നെ നമ്മൾ സാധാരണ ഒരു അഡ്സോർബൻ്റായി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പ്ലാറ്റിനോ പലേഡിയോ നിക്കലോ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്സോർബൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും പൗഡേർഡ് ഫോമിലാക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. എക്സാമിന് വരുന്നൊരു ചോദ്യമാണ് കേട്ടോ. വൈ പൗഡേർഡ് സബ്സ്റ്റൻസ് ആർ സെലക്റ്റഡ് ഫോർ അഡ്സോർബൻസ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. Adsorption is an exothermic process and its enthalpy of adsorption is quite low. എന്തുകൊണ്ടായിരിക്കും? It is a physical adsorption and there is only physical forces are acting between the adsorbent and adsorbate. ഫിസിക്കൽ ഫോഴ്സസ് മാത്രം ആക്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എക്സോതെർമിക് ഇൻ നാച്ചർ ആൻഡ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 20 to 40 kilojoule per mole. Then what are the main characteristics of physisorption? It is lack of specificity, a nature of adsorbate, reversible in nature, surface area of adsorbent and enthalpy of adsorption. Then what are the characteristics of chemisorption? എന്തൊക്കെയാണ് chemisorptionന്റെ characteristics? First one it is highly specific. Chemisorption എന്ന് പറഞ്ഞാൽ highly specific ആണ്. കാരണം എന്താണ്? Chemisorption occurs only due to the bond formation between adsorbent and adsorbate. അഡ്സോർബൻറ്റും അഡ്സോർബേറ്റുമായി ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? Chemisorption നടക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, oxygen is adsorbed on metal due to the oxide formation and hydrogen is absorbed by metals due to hydrate formation. ഓക്സിജൻ ഒരു മെറ്റൽ സർഫസിൽ അഡ്സോർപ്ഷൻ നടന്നാൽ ഒരു ഓക്സൈഡ് ഫോർമേഷനും ഹൈഡ്രജൻ ഒരു ട്രാൻസിഷൻ മെറ്റൽ സർഫസിൽ അഡ്സോർപ്ഷൻ നടന്നാൽ ഒരു ഹൈഡ്രേറ്റ് ഫോർമേഷനും നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഹൈലി സ്പെസിഫിക് ആണ്. ഫിസിസോപ്ഷനെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. സെക്കൻഡ് വൺ ഈസ് ഇർറിവേഴ്സിബിലിറ്റി. എന്തുകൊണ്ടായിരിക്കും ഇറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ എന്ന് പറയുന്നത്? ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ, ഹൈ ആക്ടിവേഷൻ എനർജിയൊക്കെ ഉണ്ടായി ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ആ കെമിക്കൽ ബോണ്ട് ഈസിയായി റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ദെർഫോർ കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് ദ കെമിസോപ്ഷൻ ഈസ് ഇർറിവേഴ്സിബിൾ ഇൻ നേച്ചർ. കെമിസോപ്ഷൻ ഇർറിവേഴ്സിബിൾ ആയിരിക്കും. And we say that adsorption increases with rise in temperature. കെമിസോപ്ഷൻ എപ്പോഴും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കെമിസോപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. The third property is similar to the physical adsorption, that is surface area. Like physisorption, when surface area of adsorbent increases, the adsorbing capacity also increases. Next property, enthalpy of adsorption. In chemisorption, a chemical bond formation occurs between adsorbent and adsorbate. Therefore, enthalpy of adsorption is always high. It is in the range of 80 to 240 kilojoules. Because it involves the chemical bond formation. ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് വെരി ഹൈ. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിസോപ്ഷൻ. ദാറ്റ് ഈസ് ഹൈ സ്പെസിഫിക്, ഇറിവേഴ്സിബിൾ, സർഫസ് ഏരിയ ഇൻക്രീസിങ് ആൻഡ് ദ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഈ 4 പ്രോപ്പർട്ടിയാണ്. നമുക്കിതൊരു 4, 5, 6 പ്രോപ്പർട്ടികളായിട്ടൊരു ടേബിളായിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള നമ്മുടെ സർഫസ് കെമിസ്ട്രിയിൽ എപ്പോഴും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും റെഗുലറായിട്ട് വരാറുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എന്ന് ചോദിക്കാവുന്നതാണ് ഫിസിസോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ. റൈറ്റ് 3 or 4 properties or difference between physisorption and chemisorption.
ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഇതിൻ്റെ നോട്ട് ഇതിന് കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ.